ഹാർലി ആലൻ്റെ വളരെ മനോഹരമായൊരു പാട്ടുണ്ട്. അവളുടെ പാരൻസ് ആ പെൺകുട്ടി ഒരിക്കലും പള്ളിയിൽ കൊണ്ടുപോയിട്ടില്ല. അയാളുടെ പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല, അയാളുടെ വചനം പറഞ്ഞു കൊടുത്തിട്ടില്ല. Her parents never took the young girl to church, never spoke of his name, never read her his word. Two non-believers walking lost in this world took their baby with them. What a sad little girl. Her daddy drank all day and mommy did drugs, never wanted to play or give kisses and hugs. She'd watch the TV and sit there on the couch while her mom fell asleep and her daddy went out. And the dream. അപ്പൻ എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കും, അമ്മ ഡ്രഗ്സ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും അവളുടെ കൂടെ കളിച്ചിട്ടില്ല. കിസ്സോ ഹഗ്ഗോ ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല. അമ്മ എപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങും, അപ്പോൾ പുറത്തു പോകും. ആ സമയത്തൊക്കെ ഈ പാവം പെൺകുട്ടി സോഫായിലിരുന്ന് TV ആണ്. എല്ലാ ദിവസവും വൈകുന്നേരം അപ്പൻ അമ്മയെ വഴക്കിടും. വഴക്ക് കൂടുമ്പോൾ ഇവള് സോഫായ്ക്ക് പിന്നിപ്പി ഒളിക്കും. ഒരു ദിവസം വഴക്ക് കൂടിക്കൂടി വന്നു. അപ്പൻ തോക്കെടുത്ത് അമ്മയെ വെടിവെച്ചു, എന്നിട്ട് സ്വയം വെടിവെച്ച് മരിച്ചു. And like it always does, the bad just got worse with every slap and every curse, until her daddy in a drunk rage one night used a gun on her mom and then took his life. And some people from the city took the girl far away to a new mom and a new dad. അവളെ ഒരു പുതിയ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. ദൂരെ ഒരു അവൾക്ക് പുതിയൊരു അപ്പനും അമ്മയും കിട്ടി. എല്ലാ ദിവസവും കിസ്സും ഹഗ്ഗൊക്കെ അവൾ കിട്ടിത്തുടങ്ങി. ആദ്യമായിട്ട് അവളെ ഞായറാഴ്ച പള്ളി കൊണ്ടുപോയി. അപ്പോൾ അവൾ പറഞ്ഞു, കുരിശിൽ കിടക്കുന്ന ഈശോനെ നോക്കിയിട്ട്, എനിക്ക് ഇയാളെ അറിയാം, ഞാൻ കണ്ടിട്ടില്ല, പേരെനിക്കറിയില്ല, എൻ്റെ പഴയ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ അപ്പനും അമ്മയും മരിച്ച ദിവസം ഞാൻ സോഫായ്ക്ക് പിന്നിൽ ഒളിച്ചപ്പോൾ ഇയാളാണ് എന്നെ ചേർത്ത് പിടിച്ച്. ഇത് ഗോസ്പൽ ഈശോ പറയുന്നു, കുഞ്ഞുങ്ങളെ തടയരുത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്ത് കൊണ്ടുപോകണം. ഈശോ അവരെ കയ്യിലെടുത്ത് വെച്ച് അനുഗ്രഹിക്കട്ടെ, ചേർത്ത് പിടിക്കട്ടെ. My old house and held me close to his side as I hid there behind our couch the night that my parents died.